കരുണാപുരം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി. ഈ മാസം 24, 29, 30, ഡിസംബർ 1 തീയതികളിലാണ് പരിപാടികൾ നടക്കുന്നത്. കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം കരുണാപുരം NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് നിർവഹിച്ചു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കേരളോത്സവം നടക്കുന്നത്. 40 വയസ്സിന് താഴെയുള്ളവർക്കായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കരുണാപുരം NSS സ്കൂൾ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരളോത്സവം അതായത് കേരള യുവജനക്ഷേമ ബോർഡും കരുണാപുരം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന കേരളോത്സവ പരിപാടിയുടെ തുടക്കം ഇന്നിവിടെ കുറിക്കുകയാണ്. നമുക്ക് ഈ മാസം അതായത് നവംബർ 18-ാം തീയതിയാണ് കേരളോത്സവം നടത്തണം എന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവ് പഞ്ചായത്തിൽ ലഭിക്കുന്നത്. 30-ാം തീയതിയോടുകൂടി തന്നെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് ബ്ലോക്കിന്റെ പരിപാടി ഡിസംബർ 15-ന് അവസാനിപ്പിക്കണം എന്നുള്ള ഓർഡർ ഉള്ളതിനാൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഈ പരിപാടിക്ക് വേണ്ടി കിട്ടിയിട്ടുള്ളായിരുന്നു. എങ്കിലും നമ്മൾ അടിയന്തരമായി യോഗം ചേരുകയും അതുപോലെ തന്നെ എല്ലാ പരിപാടികളും കരുണാപുരം NSSന്റെ ഈ ഓഡിറ്റോറിയം, അതുപോലെ തന്നെ ദീപ ഹൈസ്കൂൾ ഗ്രൗണ്ട് ഓഡിറ്റോറിയം, നമ്മുടെ പഞ്ചായത്ത് ഓഡിറ്റോറിയം, SN ഓഡിറ്റോറിയം എന്നീ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് കലാകായിക മത്സരങ്ങൾ എല്ലാം നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT സാലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജയ്മോൻ നെടുവലി, റാബി സിദ്ദിഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 29-ന് ഗെയിംസ് മത്സരങ്ങളും 30-ന് കലാമത്സരങ്ങളും നടക്കും. കൂട്ടാർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ് കലാമത്സരങ്ങൾ നടക്കുക. അന്ന് തന്നെ കുഴിത്തുളു ദീപ ഹൈസ്കൂളിൽ ട്രാക്കിനം മത്സരങ്ങളും നടക്കും. അവസാന ദിവസമായ ഡിസംബർ 1-ന് ഫുട്ബോൾ, വടംവലി മത്സരങ്ങളും നടക്കും. വൈകിട്ട് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ വെച്ച് സമ്മാനദാനവും നടക്കും. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻ ചോല.